ഇനി ഒരു കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ വിവിധ തരം ആളുകളും ജീവിച്ചിരുന്നു. വൈരാഗ്യവും ശത്രുതയുമുള്ളവർ, പരസ്പരം ചേരിതിരിഞ്ഞ് മത്സരിക്കുന്നവർ, തമ്മിൽ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ, കുറച്ച് സന്മനസ്സുള്ളവർ. ഈ ശത്രുത വളരുന്നതിൽ, അതിൻ്റെ പരിണിത ഫലങ്ങളിൽ സന്മനസ്സുള്ളവർക്ക് ഒരുപാട് നൊമ്പരങ്ങളുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം വൈരാഗ്യം മറന്നവരൊന്നായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാമത്തിന് എത്ര മനോഹാരിത ഉണ്ടായേനെ എന്നും അവർ പ്രത്യാശിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള മാർഗം എന്ത് എന്നുള്ളത് ആശയക്കുഴപ്പവുമായിരുന്നു. നല്ല മധുരമുള്ള ഒരു പുല്ലാങ്കുഴൽ സംഗീതം ഒരു പക്ഷേ ഇവരെ ആസ്വദിപ്പിച്ചേക്കാമെന്നും ആ ആസ്വാദനത്തിൽ മയങ്ങി ഇവരുടെ വൈരാഗ്യം മറക്കുമെന്നും അവർ ചിന്തിച്ചു. അങ്ങനെ അവരുടെ മനസ്സിലെ നൊമ്പരങ്ങളും പ്രത്യാശകളും ആഗ്രഹങ്ങളും എല്ലാം ശ്രുതിയും താളവും ലയവുമായി ഒക്കെ ചേർത്ത് അവർ ഒരു മധുര സംഗീതം ഉണ്ടാക്കി. ആ സംഗീതത്തിൻ്റെ പേരാണ് യുണൈറ്റഡ് പോട്ടേഴ്സ് ഫാമിലി അസോസിയേഷൻ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവല തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പര ഒരു നാളിൽ സംഗീതമാ, പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയൻ്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമായി.